ജീവിതത്തിൽ സ്നേഹിച്ചിട്ടുണ്ടോ നിങ്ങൾ? സ്നേഹിച്ചിട്ടില്ലെങ്കിൽ സ്വയം ഒന്ന് സ്നേഹിച്ചോയല്ലോ. യെസ്, അത് തന്നെ സെൽഫ് ലവ്. അതെ, സ്വയം ആദരിക്കുക, എന്നിലെ നല്ലതിനെ അംഗീകരിക്കുക, കൊള്ളാത്ത കാര്യങ്ങൾ ശരിയാക്കാൻ സ്നേഹത്തോടെ ശ്രമിക്കുക. പലരും ഈ കാര്യം ചെയ്യുന്നേയില്ല. എന്തുകൊണ്ട് നമുക്കത് അത്യാവശ്യമാകുന്നത്? സെൽഫ് ലവ് ഉണ്ടായാൽ നമ്മുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടും, സ്വന്തം മൂല്യങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കും, മറ്റുള്ളവർ നെഗറ്റീവ് അടിക്കുമ്പോൾ നമുക്കധികം ബാധിക്കില്ല, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ധൈര്യം ലഭിക്കും, ബന്ധങ്ങളിൽ ആരോഗ്യപരമായ ബൗണ്ടറികൾ കൊണ്ടുവരാൻ സാധിക്കും. സെൽഫ് ലവ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്ന് നോക്കിയാലോ. ഒന്നാമത്തെ കാര്യം, സ്വയം സ്വീകരിക്കുക. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എനിക്ക് കുറവുകളുണ്ട്, പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ സ്വയം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യമാണ്, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുക. ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അവരിൽ നിന്ന് വ്യത്യസ്തരാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങളെ വേദനിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് ദൂരെ നിൽക്കുക. ഓരോ ബൗണ്ടറീസ് വെക്കുന്നത് സെൽഫ് ലവിന് ഒരു ഭാഗം തന്നെയാണ്. നാലാമത്തെ, നമ്മൾ പലരും ചെയ്യാറില്ലാത്ത കാര്യമാണ്, ചെറിയ വിജയങ്ങൾ പോലും ആഘോഷിക്കുക. ഒരു ദിവസം ഒരു ചെറിയ പുരോഗതി പോലും മതി. ഉദാഹരണത്തിന്, സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ഇടുമ്പോൾ ഒരു 100 ലൈക്ക് കിട്ടിയാൽ സന്തോഷിക്കുന്ന പോലെ. മറ്റുള്ളവർക്കല്ലാത്തത് അഞ്ചാമത്തെ കാര്യമാണ്, സ്വയം സമയം നൽകുക. മറ്റുള്ളവർക്കല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുക. നടക്കുക, അല്ലെങ്കിൽ സംഗീതം, ട്രാവൽ ചെയ്യാം, ബുക്ക് വായിക്കാം, അങ്ങനെ എക്സ്ട്രാ. ആറാമത്തത്, പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുക. എനിക്ക് കഴിയും, ഞാൻ വിലപ്പെട്ട ഒരാളാണ്, ഞാൻ വളരുന്ന ഒരാളാണ് എന്നെല്ലാം പറഞ്ഞ് സ്വയം സമാധാനിപ്പിക്കുക. പക്ഷേ ജീവിതത്തിൽ നമുക്ക് ഈ സെൽഫ് ലവ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതെ, നിങ്ങൾ ചിന്തിച്ചത് ശരിയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ജീവിതം നിയന്ത്രിക്കപ്പെടും. വിഷമം, അധ്വാനം, ഗിൽറ്റ് എന്നിവ കൂടുതൽ അനുഭവപ്പെടും. നാട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും, പക്ഷേ സ്വയം സന്തോഷിക്കാൻ മറന്നുപോകും. പലരും വിചാരിക്കുന്നു സെൽഫ് ലവ് ഒരു സ്വാർത്ഥത കാര്യമല്ലേ, അത് സെൽഫിഷായിട്ടല്ലേ പെരുമാറുകയുള്ളൂ. ചിലർ പറയുന്നതായിട്ട് നമ്മളങ്ങനെ കേൾക്കാറുണ്ട്, സ്വയം ശ്രദ്ധിക്കുന്നത് ഒരു സ്വാർത്ഥതയാണ്, അത് തെറ്റാണ് എന്നൊക്കെ. സ്വയം നന്നാകുമ്പോഴേ നമ്മൾ മറ്റുള്ളവർക്കും നല്ലതായി മാറുള്ളൂ. സെൽഫ് ലവിനെ കുറിച്ച് ഒരു ചെറിയ സ്റ്റോറി ഞാൻ പറയാം. അനു എന്ന പേരുള്ളൊരു കുട്ടി എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ കാണാറുള്ളൂ, തൻ്റെ കൊള്ളാത്ത ഭാഗങ്ങൾ. മുടി ശരിയല്ല, ചർമ്മം പെർഫെക്റ്റ് അല്ല, ഒന്ന് പുഞ്ചിരിച്ചാൽ പോലും ആ പുഞ്ചിരി പോലും തനിക്ക് മനസ്സിലാവില്ല. ഒരു ദിവസം അവളുടെ 8 വയസ്സുള്ള ഒരു അനിയത്തി അകത്ത് വന്ന് ചോദിച്ചു, ചേച്ചി, നീ കണ്ണാടി നോക്കുമ്പോഴെല്ലാം എപ്പോഴും വിഷമിച്ച് നിൽക്കുന്നത് എന്തിനാണ്? അനു പുഞ്ചിരിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവളുടെ കണ്ണിൽ ഒരു നനവുണ്ടായിരുന്നു. അനിയത്തി അവളുടെ കൈ പിടിച്ച് പറഞ്ഞു, ചേച്ചി, കണ്ണാടി നോക്കുന്നത് തെറ്റല്ല, നീ നോക്കുന്ന കണ്ണാണ് തെറ്റുന്നത്. എനിക്ക് ചേച്ചി ലോകത്തിലെ ഏറ്റവും നല്ല ആളാണ്. നീ എനിക്ക് കൊടുക്കുന്ന സ്നേഹം, ടൈം, കെയർ, അവ എല്ലാം ഈ കണ്ണാടിയിലല്ല കാണുന്നത്. അന്ന് അതിനൊരു കാര്യം ചെയ്തു. എന്താണെന്നറിയോ? ഒരു പേപ്പറിൽ എഴുതി ഇങ്ങനെ ആ കണ്ണാടി അടുത്തൊട്ടിച്ചു. ആ പേപ്പറിൽ ഇങ്ങനെയായിരുന്നു, നല്ലതൊന്നും കണ്ടില്ലെങ്കിൽ വീണ്ടും നോക്കൂ, നീ വിലപ്പെട്ടവളാണ്. അന്ന് മുതൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ അവൾ പെർഫെക്റ്റിനെ കണ്ടില്ല, പക്ഷേ വളർന്നൊരു മനുഷ്യനെയാണ് കണ്ടത്. അവൾ മനസ്സിലാക്കി, സെൽഫ് ലവ് എന്നത് പെർഫെക്റ്റ് ആകുന്നതല്ല, സ്വന്തത്തെ വിലമതിക്കലാണ്. അപ്പോൾ ഓർക്കുക, സെൽഫ് ലവ് എന്നുള്ളത് ഒരു സെൽഫിഷ് അല്ല, അതൊരു സ്വാർത്ഥതയല്ല. അതുകൊണ്ട് നമുക്ക് ഉപകാരമേ ഉണ്ടാവുള്ളൂ, ഉപദ്രവമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.